നമ്മുടെ ആ ഫ്ലോട്ടിംഗ് വില്ലേജിൻ്റെ സ്പോട്ടിലെത്തി. ഇവിടെ ടൂറിസ്റ്റുകളുടെ ഒരു പറുദീസയാണ്. ഇവിടെ കംബോഡിയ സന്ദർശിക്കുന്നവർ ഈ ഭാഗം വന്ന് കണ്ട് ഇവിടെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യും. നമ്മൾ ബോട്ടിൽ കയറി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു വലിയ ബോട്ടിലാണ് യാത്ര ചെയ്തത്. ഇവിടെ പല രീതിയിലുള്ള ചെറിയ ബോട്ടുകളും വലിയ ബോട്ടുകളും ഒക്കെ ഉണ്ട്. 2 പേർക്കോ 4 പേർക്കോ അതിൻ്റെ ഗ്രൂപ്പിൻ്റെ നമ്പർ ഓഫ് ആളുകൾ എത്ര ആളുകളുണ്ടോ അവർക്ക് അത്ര അതിൻ്റെതായ രീതിയിലുള്ള ബോട്ടുകൾ ചെറുതും വലുതുമായിട്ട് അനേകം ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നമുക്ക് ഈ ബോട്ടിൽ യാത്ര ചെയ്യണം. യാത്ര ചെയ്താൽ ഇത് ചെന്ന് തീരുന്നത് ഒരു കടലിലാണ്. കടലിൽ വീണ്ടും ഏകദേശം 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറി നമ്മളവിടെ ആങ്കർ ചെയ്ത് കിടക്കും. അതിനുശേഷം മാത്രമേ നമ്മൾ തിരിച്ചു വരുന്നു. മാത്രമല്ല ഈ തുടക്കം കഴിഞ്ഞ് കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഫോറസ്റ്റ് ഉണ്ട്. 2 സൈഡിലും ഫോറസ്റ്റാണ്. പക്ഷേ അവിടെയും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. നല്ല പൊക്കത്തിൽ തന്നെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അവിടെയാണ് മത്സ്യം പിടിക്കാനും ഈ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന ഫീൽഡ് അവിടെ പ്രത്യേകമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ആ ഫ്ലോട്ടിംഗ് വില്ലേജിലുള്ള ആൾക്കാരുടെ ജീവിത രീതി ഒന്നേ ഉള്ളൂ, ജീവിതമാർഗം ഫിഷിംഗ് മാത്രമേ ഉള്ളൂ അവർക്ക് ഒരു ജീവിതമാർഗം. മറ്റൊരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരാനുള്ളത്, അതായത് ഈ ഫ്ലോട്ടിംഗ് വില്ലേജിൽ താമസിക്കുന്നവർ മുഴുവൻ ഇതാണ് ഫ്ലോട്ടിംഗ് വില്ലേജ്. താമസിക്കുന്നൊരു ഒരു വർഷത്തിൽ 3 മാസം 4 മാസം മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. പിന്നെ വെള്ളം പൊങ്ങുന്നതും വെള്ളം താഴുന്നതനുസരിച്ച് ഇവർ മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കും. അങ്ങനെ വർഷത്തിൽ ഒരു 3 പ്രാവശ്യങ്ങളും അവരുടെ താമസ സ്ഥലം മാറുന്ന കൂട്ടത്തിലാണ് ഇവർ. അതിലൊരു പ്രാവശ്യം ഈ ഭാഗത്തും എത്തിച്ചേരും. ഒരു 3 മാസം 4 മാസം ഇവിടെ കാണും. അതിനുശേഷം കാലാവസ്ഥയുടെ അനുസരിച്ച് അവർ മറ്റു പല സ്ഥലങ്ങളിലേക്ക് ഇവരുടെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ഈ ബോട്ട് യാത്ര കൊണ്ട് നമുക്ക് പ്രധാനമായിട്ട് നേടാനുള്ള പ്രധാന ഒരു കാര്യം ആധികാരികമായിട്ടുള്ള കംബോഡിയൻ സംസ്കാരം, അതായത് കംബോഡിയയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾക്കാർ, ജനത, അവർ താമസിക്കുന്ന രീതികളും അവരുടെ ജീവിത രീതികളും മറ്റും നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രദേശവാസികളുടെ ജീവിതത്തിലേക്ക് ഒരടുത്ത കാഴ്ച നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള സന്ദർഭമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇതാണ് ഈ ഫ്ലോട്ടിംഗ് വില്ലേജ്. ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞാൽ കുറേ കൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും, വലിയ വലിയ ഗ്രൂപ്പുകൾ ഇവിടെ വലിയ വലിയ സ്റ്റാർ ഹോട്ടലിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള അത്തരം സൗകര്യങ്ങളില്ലെങ്കിൽ പോലും ഫ്ലോട്ടിംഗ് ആണ്. അതാണ് മെയിൻ പ്രത്യേകത. അതാണ് വെള്ളത്തിൽ നിർമ്മിച്ചിട്ടിരിക്കുന്ന ചലിക്കുന്ന അനങ്ങുന്ന റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ ടൂറിസ്റ്റുകൾ വന്ന് ദിവസങ്ങളോളം താമസിക്കാറുമുണ്ട്. അത് കടൽ തീരത്തോട് അടുക്കും തോറും അത് നമുക്ക് കൂടുതലായിട്ട് കാണാനും മനസ്സിലാക്കാനും പറ്റും. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് നമുക്ക് അല്ലെങ്കിൽ ചോദ്യം നമുക്ക് വരാനുള്ളത് ഇവിടെ കുടിവെള്ളത്തെക്കുറിച്ചാണ്. തീർച്ചയായും ഇവർ കുടിവെള്ളം ഡ്രില്ല് ചെയ്യുന്നത് അവർ താമസിക്കുന്ന വീടിൽ നിന്ന് താഴേക്ക് കുഴി കുഴിച്ച് 30 അടിയോ 40 അടിയോ താഴ്ച കാണും. അതിനുശേഷം ആ തറയിൽ വീണ്ടും ഡ്രില്ല് ചെയ്ത് അവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്ത് മുകളിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നാണ് കുടിവെള്ളം അവർ ശരിയാക്കുന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റിനുള്ള സൗകര്യം അതും അവർ അതേ രീതിയിൽ തന്നെ വെള്ളം കുറയുന്ന സമയത്ത്, ഇവിടെ വെള്ളം തീരെ കുറയും, ആ സമയത്ത് ടാങ്ക് കെട്ടും. ടാങ്ക് കെട്ടിട്ട് വീടുമായിട്ട് ബന്ധിപ്പിക്കും മുകളിലത്തെ. അങ്ങനെ അവിടെ അത് സൂക്ഷിക്കും. അവരുടെ ഡ്രെയിനേജ് അത് ആ സ്ഥലത്തേക്ക് ആ ടാങ്കിൽ സൂക്ഷിക്കും. ഈ 2 രീതിയിലാണ് ഇവർ ഈ 2 കാര്യങ്ങളും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവരുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മത്സ്യബന്ധനം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഫോറസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഈ കാണുന്നതാണ് ഫോറസ്റ്റ്. അതും വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. പിന്നെ ഇവരുടെ മത്സ്യബന്ധനം നടത്താൻ വേണ്ടി ചില ഏരിയകളുണ്ട്. ഈ ഫോറസ്റ്റിൽ തന്നെ ചില ഏരിയകളുണ്ട്. പല രീതിയിലുള്ള വലകൾ ഇവരവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ വലകളിൽ നിന്നാണ് മത്സ്യം കുടുങ്ങി പിന്നീട് ചെന്ന് അത് രാവിലെ പോയി കളക്ട് ചെയ്യുവാണ് ഇവരുടെ സാധാരണ രീതി. മത്സ്യങ്ങളെല്ലാം ഇവർ താമസിക്കുന്ന അടുത്ത് കൊണ്ടുവന്നതിന് ശേഷം ചെറു വള്ളങ്ങളിലേക്ക് മാറ്റിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ വിപണിയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ് ഇവരുടെ തൊഴിൽ. ഞങ്ങളെത്തിയത് ഏകദേശം വൈകുന്നേരം 4:30 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയത്. അത് കാരണം ആണ് മത്സ്യബന്ധനത്തെ കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചില്ല. നമ്മൾ ആ മുനമ്പിലെത്തിക്കഴിഞ്ഞു. അതായത് അഴിമുഖം എന്ന് പറയും, കടലും കായലുമായിട്ട് യോജിക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ നമ്മൾ കടലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരം മാറി കുറേ നേരം നങ്കൂര വിട്ട് കിടന്നതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചു വരികയുള്ളൂ.
ഇവിടെ ചെറിയ ചെറിയ വിൽപ്പനക്കാരും കച്ചവടക്കാരും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ തങ്കോരയിട്ട് കഴിയുമ്പോഴത്തേക്ക് ചെറിയ വള്ളത്തിൽ ഒരു വള്ളം വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഈ വലിയ ബോട്ടുമായിട്ട് ബന്ധിപ്പിക്കും. എന്നിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവർ ചെറിയ തോതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിൽപ്പന നടത്തിയാണ് അവരുടെയൊക്കെ ഉപജീവനം നടത്തുന്നത്. ഒരു കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു വനിത, ഒരു കംബോഡിയൻ വനിത, കടലിൽ കൊണ്ടുവന്ന് ചെറിയ ചെറിയ സാധനങ്ങൾ വിറ്റ് അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ജീവിതമാർഗം കണ്ടെത്തുന്ന ഒരു കംബോഡിയൻ വനിത. They do have the toilet in the house on top. Okay. So the most house you will see the water pipe. Pipe is coming. Yeah, blue color. So they have they dig in the land. When the water is dry, they dig the land and have a tank for collect the wastewater in the underground. And then the waste go into the tank. So safety tank is Safe. Yeah. And one more thing for the water using, they do have fresh water pump. Because in the dry season doesn't have water. They can pump the water from the top. Without blue water pipe also go to the underground. Like 30 meter, 40 meters deep to the bottom. So they could use the clean water also here. And also they get boiling water for drinking, or they can buy from the shop. On the way here you can see the houses on still, but there are some shop on top. And sometimes the boat, floating boat in the shop, like the one that we seen at the moment, with the lady also selling something like that, the mobile shop. so for the fresh water they are dig the borewell. Yeah, from the well. Borewell around The well. 50 feet or 100 feet down. Yeah, 30 meters or 20 meters deep to the underground actually. And for the waste they have the safety tank. Yeah, season still have because of the more income. Because the water becomes shallow and more fish. Easy to catch the fish. Yeah, more income actually. Yeah. But now water is high, so difficult to catch the fish. Their income is only from the fishing. Yeah, fishing. One or their children's going out and making some money. Some teenager, like 19, 20 years old, 30 years old, the most of them they go to town. Stay there working in a hotel, restaurant, something in town. And their salary they are giving to the parents, isn't it? Yeah. But the single people, they could give money to the parents. Yeah, like that. And anyway, they do have school here, primary school, secondary school, but no high school. Some people they go down for learning there also. They will come along the river and reach to the lake, the water there. So they can see like this and go back to the village. In the village, we walk. They don't take a boat. In the village, we walk from one house to one house. തുടങ്ങി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, വൻകിട ആൾക്കാർ, വൻകിട ഫാക്ടറിക്കാർ, വൻകിട മുതലാളികൾ എന്ന് പറയാം. അവരൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ഹോട്ടലുകളാണിത്. ഇവിടെ നല്ല രീതിയിലുള്ള താമസ സൗകര്യമുണ്ട്, മീറ്റിങ്ങുള്ള സൗകര്യമുണ്ട്, മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിനുള്ള ഒരേ ഒരു പ്രത്യേകത ഫ്ലോട്ടിംഗ് ആണ്, ചലിക്കുന്നതാണിത്. കരപ്രദേശത്തല്ല ഇത് നിർമ്മിച്ചിട്ടിരിക്കുന്നത്, വെള്ളത്തിലാണ്. അപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടിയാണ് പല വിസിറ്റേഴ്സും പല ടൂറിസ്റ്റുകളും ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ടൂറിസ്റ്റ് കേന്ദ്രം, അട്രാക്റ്റീവ് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമ്മൾ മറു സൈഡിലെ കാഴ്ചകളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങോട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിരുന്നു നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ കാഴ്ചകളാണ് കാണുന്നത്. ആ റെസ്റ്റോറൻറ്റും മറ്റും ആണ്. നേരത്തെ അങ്ങോട്ട് പോയപ്പോഴും നമ്മൾ കാണാത്ത കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഫോറസ്റ്റ് എന്ന് നമ്മൾ നേരത്തെ കണ്ടത്. അതിനകത്തോടെ തന്നെ ഈ ടൂറിസം നടക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളെയും കൊണ്ട് ചെറിയ ചെറിയ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ പല ഭാഗങ്ങളും റിസ്ട്രിക്റ്റഡ് ആണെന്നാണ് നമ്മുടെ ഈ ഗൈഡ് സൂചിപ്പിച്ചത്. കാരണം അവർ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള പല രീതിയിലുള്ള വലകളും മറ്റു കുടുക്കുകളും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം മനസ്സിലാകും. അതിന് പ്രത്യേക ആരോമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ജീവിത മാർഗമാണ് അതെല്ലാം. രാത്രിയിലെല്ലാം വൈകുന്നേരം എല്ലാം വന്ന് ചെയ്ത് ഇട്ടിട്ട് പോകും. രാവിലെ വന്ന് ആ വല വലിച്ച് അതിനുള്ള മത്സ്യങ്ങൾ ശേഖരിച്ചാണ് ഇവരുടെ ജീവിത മാർഗം. അന്ന് ആ ഫോറസ്റ്റ് ആണെങ്കിൽ കൂടി അവിടെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
മറ്റൊരു പ്രത്യേകത ഇവിടെ ആർക്കും പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ലെന്നുള്ളതാണ്. ഗവൺമെൻറ് അധീനതയിലുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാം റെൻറ്റ് ബേസിന് ഇത് കൊടുക്കും, ഗവൺമെൻറ് റൂൾ ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് കൊടുക്കും. പക്ഷേ മത്സ്യബന്ധനത്തിന് യാതൊരു റിസ്ട്രിക്ഷൻസും ഇല്ല. അത് അവരുടെ ലോക്കൽ ആൾക്കാരുടെ അവകാശമാണ്. പ്രാദേശിക കംബോഡിയൻ യഥാർത്ഥ ജനങ്ങളുടെ, പ്രാദേശിക ജനങ്ങളുടെ അവരുടെ അവകാശമാണ് ഫിഷിങ്. അത് കാരണം അതിന് യാതൊരു റിസ്ട്രിക്ഷൻസും ഏത് ഏരിയയിലും ഇല്ല. സന്ധ്യയോടെടുക്കുന്നു. നമ്മൾ പുറപ്പെട്ട സ്ഥലത്തേക്കാണ് ചേർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ ലൈക്ക് ചെയ്ത് കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടും തരിക. എല്ലാവർക്കും നല്ലത് വരട്ടെ.